Good evening, children. How are you all? I think you all are well and you all are very fine there. The last class, I have already told you that keep the social distancing because it is the only prevention method for corona. To prevent the corona, we have to keep the social distancing. So I think you made so. Today, I am going to take the second session of our 10th class mathematics. Chapter name was Arithmetic Sequence. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. കൊറോണ കരുതിയിരിക്കുന്നുണ്ടല്ലോ. കൊറോണ തടയാനുള്ള പ്രധാന മാർഗം എന്ന് പറഞ്ഞത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹ്യ അകലം പാലിക്കുക എന്ന് തന്നെയായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാമൂഹ്യ അകലം പാലിച്ചിരിക്കാം. വി ക്യാൻ സേവ് ദ ലൈഫ്സ്, വി ക്യാൻ സേവ് അവർ ലൈഫ്സ് ആൻഡ് വി ക്യാൻ സേവ് അതേഴ്സ് ലൈഫ്സ് ടു. മറ്റുള്ളവരുടെ ജീവിതം കൂടി നമുക്ക് സംരക്ഷിക്കാം. ഏതായാലും ഇന്ന് ഞാൻ 10ാം തരത്തിലെ ഗണിതത്തിൻ്റെ 1ാം അധ്യായത്തിൻ്റെ 2ാമത്തെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. I have already told you in the last class that you have to keep your pen and a book along with you. എല്ലാവരും അത് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ക്ലാസ്സിൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഒരു പെന്നും ഒരു ബുക്കും ഉണ്ടായിരിക്കണം. അതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വെറുതെ ഒരു കഥ പറഞ്ഞു പോകുന്ന, കഥ കേട്ടിരിക്കുന്ന ലാഘവത്തോടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ദിസ് ഇസ് നോട്ട് എ സ്റ്റോറി ടെല്ലിംഗ് ടൈം, ദിസ് ഇസ് എ സ്റ്റഡി ടൈം. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു present the session now. So I hope you all are very well there. Presentation is going on. Okay, so you can you all are most welcome to the second session of arithmetic sequences. എല്ലാവരെയും ഞാൻ ഹാർദമായി നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അവസാനത്തെ ക്ലാസ് നമ്മൾ പിരിഞ്ഞു പോയത്, ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് പരിശീലന പ്രശ്നങ്ങൾ, പ്രാക്ടീസ് പ്രോബ്ലം, ഐ ഹാവ് ഓൾറെഡി ഗിവൺ യു സം 5 practice problems there. I hope you all do that, and I hope you all got to the correct answer too. ഞാൻ അന്ന് നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടാണ് ഞാൻ പോയത്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന്. കാരണം അത്ര വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. ഏതായാലും ഫസ്റ്റ് ഈ സെഷന്റെ തുടക്കം ഞാൻ ആരംഭിക്കുന്നത് ആ ചോദ്യത്തിലൂടെ നമുക്കൊന്ന് പോകാം. എങ്ങനെയായിരിക്കും അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയിരിക്കുക? ഓക്കെ, so going to the first question. The first question was like this: 3, 5, 8, 12. Is it an arithmetic sequence? Justify your answer. എന്നായിരുന്നു ചോദ്യം. 3, 5, 8, 12 ഇതൊരു arithmetic സീക്വൻസ് ആണോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക എന്നായിരിക്കും മലയാളത്തിലുണ്ടാവുക. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, arithmetic സീക്വൻസ് ആവണമെങ്കിൽ അതിന് ഇറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ്. ഇറ്റ് മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതിന് സമാന്തര ശ്രേണിയുടെ പ്രത്യേകതകൾ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളന്ന് അതിന് പ്രത്യേകതയായിട്ട് നമ്മൾ അന്ന് പറഞ്ഞു വെച്ചത്, ഇറ്റ് മസ്റ്റ് ഹാവ് ദ കോമൺ ഡിഫറൻസ്. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, പൊതുവ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ടത്രേ ഉള്ളൂ, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം ചെയ്യുമ്പോൾ നമ്മൾ വി ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഈസ് ടു ഹാവ് ദ കോമൺ ഡിഫറൻസ്. ഇപ്പോൾ നോക്കാം, 3,
ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 5 ആണ്. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് 5 ന്ന് 3 കുറക്കുക വേണ്ടത്. അപ്പം 5 ന്ന് 3 2. ഇനി അടുത്ത രണ്ട് ടേംസിന്റെ ഇടയിലും അത് തന്നെയാണോ വരുന്നത്? 5-നും 8-നും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് ഈസ് 3 ആയിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലായി 8-നും 12-നും ഇടയിലുള്ള ഡിഫറൻസ് 4 ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ടേംസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫോർ ഈച്ച് ടേംസ് അല്ലേ? അപ്പോൾ ഓരോ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസമായിപ്പോയി. ആദ്യം കണ്ട ഒരു ഡിഫറൻസ് 3-ഉം 5-ഉം തമ്മിൽ 2 ആണ് ഡിഫറൻസ്. Then we saw the difference is 5 with 8 is 3. Then we saw the difference for 8 and 12 is 4. അപ്പം ഇതിന് it has not the common difference. ഇതിന് എന്തില്ല? ഇതിന് common difference ഇല്ല. That is why it is, so we can say that it is not an arithmetic sequence. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെയാ പറയാ, എന്താ പറയാ? നമ്മളോട് ചോദിച്ചത് ഈസ് ഇറ്റ് an arithmetic sequence, ഇതൊരു സമാന്തര ശ്രേണി ആണോ എന്നാണ്. അപ്പോൾ we should answer that it is not an arithmetic sequence. അതാണ് അതിന്റെ ആൻസർ. ഇറ്റ് ഈസ് നോട്ട് എൻ arithmetic sequence. ഇനി എന്തുകൊണ്ട്, വൈ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് പറയും? ബിക്കോസ് ഇറ്റ് ഹാസ് നോട്ട് എ കോമൺ ഡിഫറൻസ്. ഇതിന് എന്തില്ല? ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല, ഇതിന് പൊതുവ്യത്യാസം ഇല്ല. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണി അല്ല. സാധാരണ പരീക്ഷയ്ക്കൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യു ക്യാൻ സീ ദിസ് ടൈപ്പ് ഓഫ് സോ മെനി ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ശരി, ഇനി നമുക്ക് ജസ്റ്റ് കം ടു ദ നെക്സ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഞാൻ അന്ന് തന്ന രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 2, 6, 10. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഫൈൻഡ് ദ 6th ടേം. അവിടെ 6 ദാന്നായി പോയിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ദ 6th ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ അതായത് ഈ തന്ന സീക്വൻസിന്റെ പൊതുവ്യത്യാസം എത്ര? എളുപ്പമല്ലേ? പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യും? മുമ്പിലുള്ള ടേമിൽ നിന്ന് പിന്നിലെ ടേം, പ്രൊസീഡിങ് ടേമിൽ നിന്ന് സക്സീഡിങ് ടേം നമ്മൾ മൈനസ് ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞാൽ മുമ്പിലുള്ള ടേമിൽ നിന്ന് പിന്നിലുള്ള ടേം നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 2ഉം 6ഉം ആയതുകൊണ്ട് തന്നെ 6 - 2 കോമൺ ഡിഫറൻസ് 4. 10 നിന്ന് 6 ചെയ്തപ്പോൾ 4 തന്നെ. സോ ദ കോമൺ ഡിഫറൻസ് ഈസ് 4. ഇനി പറഞ്ഞത് ഇതിന്റെ 6th ടേം കണ്ടുപിടിക്കണം. അപ്പൊ അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു 6th ടേം കാണണമെങ്കിൽ എല്ലാ ടേംസിനെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റണം. അപ്പൊ 6th ടേം ഈസ് renamed as or recall it as T1 plus 5D. നിങ്ങൾക്ക് അവിടെ അതിന്റെ താഴെ ഈ പ്രസന്റേഷൻ്റെ അകത്ത് യു ക്യാൻ സീ ദ ആൻസർ ദർ. D = 4 കാണുന്നുണ്ടല്ലോ. T6 = T1 plus 5D. അപ്പൊ T6നെ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ആസ് T1 plus 5D. ഇനി നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നത് വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ T1 ഈസ് ഫസ്റ്റ് ടേം ഈസ് 2 ആണ്. അപ്പം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ പ്ലേസ് ഓഫ് T1 2. അപ്പോൾ 2 + 5 into D. ഡിന്റെ വാല്യൂ ഈസ് 4. അപ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് ഇറ്റ് ബിക്കംസ് 2 + 5 into 4. ഇനി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഓപ്പറേഷൻസ് വരുമ്പോൾ ഏതൊക്കെ ഫസ്റ്റ് ചെയ്യണം. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ കിങ് ഓഫ് ഓപ്പറേഷൻ. സോ യു മസ്റ്റ് ഡു ദ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഗുണനമാണ് ക്രിയകളുടെ രാജാവ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യം പരിഗണിക്കണം, ആദ്യം അയാളെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആദ്യം അയാളെ ചെയ്യുമ്പോൾ 5 into 4 20. അപ്പോൾ 2 + 20. സോ ദ ആൻസർ ഈസ് 22. എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ 6ാമത്തെ ടേം 22 ആണ്. മനസ്സിലായല്ലോ? ശരി, ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദാറ്റ് ആൻസർ. എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. യു ഷുഡ് റൈറ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ഓൺ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത് നമ്മുടെ ടീച്ചേഴ്സിനെ കാണിക്കണം. ശരി, ഇനി ജസ്റ്റ് ഐ ആം ഗോയിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. 5, 9, 13. ഏകദേശം സെയിം ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണത്. ഫൈൻഡ് ദ 50th ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ 50ാമത്തെ ടേം കണ്ടുപിടിക്കുക. അപ്പൊ 50ാമത്തെ ടേമിനെ എങ്ങനെ മാറ്റി എഴുതും? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. അപ്പൊ T50 = T1 + 49D. ഫസ്റ്റ് ടേമിനോട് 49 ടൈംസ് D കൂട്ടിയാലാണ് T50 കിട്ടുക. അപ്പോൾ അതിന്റെ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ടേം ഈസ് 5. ഹിയർ ദ കോമൺ ഡിഫറൻസ് ഈസ് 4 ആണെന്ന് കാണാം. 5ഉം 9ഉം അല്ലേ? 5 and 9 ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 9 ഈസ് 4 ആണ്. അതുകൊണ്ട് അത് അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് 5, കോമൺ ഡിഫറൻസ് ഈസ് 4. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വി ഹാവ് ടു അപ്ലൈ. ദാറ്റ് ഈസ് വൈ T50 = 5 + 49 into 4. ദാറ്റ് ഈസ് 5 plus ആദ്യം 49 into 4ന്റെ ആൻസർ ഈസ് 196. അപ്പോൾ 5 + 196. സോ ദ ആൻസർ ഈസ് 201.
മനസ്സിലായല്ലോ? അപ്പോൾ 50-ാമത്തെ ഈ സീക്വൻസിന്റെ 50-ാമത്തെ ടേം, 50-ാമത്തെ പദം 201. 201 is the 50th term of this sequence. ശരി. Then we are come into the next ചോദ്യം. Okay, next question is 5, 10, 15. Find the 1000th term of the sequence. ഇതിൽ ഏകദേശം എല്ലാം സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടേണ്ടിട്ട് മാത്രം ഞാൻ ഇട്ട ചോദ്യമായിരുന്നു ഇതൊക്കെ. സോ 1000-ാമത്തെ ടേമിനെ എങ്ങനെ മാറ്റി പറയും? T1 plus 999 അത് പ്രകാരം ഫസ്റ്റ് ടേം ഈസ് 5, കോമൺ ഡിഫറൻസ് ഈസ് ഓൾസോ 5. കാണാലോ? അപ്പോൾ ദാറ്റ് ഈസ് വൈ ഇതിൻ്റെ ആൻസർ ബിക്കംസ് 5 plus 999 into 5. ദാറ്റ് ഈസ് ആദ്യം ഇൻറ്റു ചെയ്യണം. 5 plus 409,995. ദ ടോട്ടൽ ഈസ് 5000. അപ്പോൾ എന്ത് കിട്ടി? ഈ സമാന്തര ശ്രേണിയുടെ 1000-ാമത്തെ പദം 5000ആണ്. അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഏത് ടേം കിട്ടിയാലും കാണുമ്പോഴും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അറിയണം, അല്ലേ? ഇപ്പം 35-ാമത്തെ ടേം ആണെങ്കിൽ T1 plus 34D. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ്ഡ് ഹെയർ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മുടെ സമയം പോകുന്നു. ശരി, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 25, 22, 19. ഫൈൻഡ് ദ 10th term of this sequence. ഈ സീക്വൻസിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഇതുവരെയും കണ്ടതൊക്കെ കൂടി വരുന്നതായിരുന്നു. പക്ഷെ ഇവിടെ ഇത് കുറഞ്ഞു വരുവാണ്. ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറക്കലും ആവാം. കാരണം ഒന്ന് കുറക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആഡിങ് -1. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അകത്തിൻ്റെ പ്രത്യേകത, ഈ ചോദ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് ഈസ് 22-ൽ നിന്ന് 25 മൈനസ് ചെയ്യണം. സോ D ഈക്വൽ ടു 22 - 25. ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ നെഗറ്റീവ് ആയിരിക്കും എന്ന് അറിയാം, അല്ലേ? അപ്പോൾ 22 നിന്ന് 25 മൈനസ് ദ ആൻസർ ഈസ് നെഗറ്റീവ്. സോ ദ ആൻസർ ഈസ് -3. അപ്പോൾ D എന്ന് പറയുന്നത് -3 ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് T10 ആണ്, 10th term. ദാറ്റ് ഈസ് T1 plus 90. അങ്ങനെ വന്നപ്പോൾ 25 plus 9 into -3. അപ്പോൾ എന്തായി? 25 plus -27. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ അറിയണം? വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താ ചെയ്യല്? ആ ഓപ്പറേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദ ആൻസർ ഈസ് -2. എങ്ങനെ വന്നു അത്? ഡിഫറൻറ്റ് സൈൻ ആഡ് ചെയ്യുമ്പോൾ, അല്ലേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടണം. അതാണ് അതിൻ്റെ ഐഡിയ. ഡിഫറൻറ്റ് സൈൻ ആഡ് ചെയ്യുമ്പോൾ വെൻ വി ആഡ് ദ ഡിഫറൻറ്റ് സൈൻഡ് നമ്പേഴ്സ്, ഇതൊക്കെ പലതവണ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. വെൻ വി ആഡ് ദ ഡിഫറൻറ്റ് സൈൻഡ് നമ്പേഴ്സ്, വി ഹാവ് ടു സബ്സ്ട്രാക്ട് ദ സ്മോളസ്റ്റ് വൺ ഫ്രം ദ ലാർജസ്റ്റ് വൺ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ലാർജസ്റ്റ് നമ്പർ. മലയാളത്തിൽ പറഞ്ഞാൽ, വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമിടണം. അപ്പോൾ here got to be the answer is -2. ഓക്കെ, സോ നമ്മുടെ അന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഹിയർ ഇറ്റ് ഈസ് ഓവർ. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെഷൻ, ദ പ്രസന്റ് സെഷൻ ഓഫ് ദിസ് ക്ലാസ്. ഞാൻ ഇന്ന് ഐ വിൽ ഗിവ് യു 2 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അന്ന് ഞാൻ 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു പറഞ്ഞു തന്നത്. ടുഡേ ഓൾസോ ഐ ആം ഗോയിങ് ടു ടെൽ യു ദ ഡിഫറെൻറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റഡി ക്ലാസ്, ഇറ്റ് ഈസ് എ ഗെയിം എന്ന് മാത്രം കണ്ടുകൊണ്ട് ഇരിക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു സംഖ്യകളുടെ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പാഠം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേ ഓഫ് ഗെയിം, ഇറ്റ് ഈസ് എ പ്ലേ ഓഫ് നമ്പേഴ്സ് ഓർ ഗെയിം ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ഐഡിയയിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും അവരുടെ നോട്ട്ബുക്കിൻ്റെ അകത്ത് യു ഹാവ് ടു റൈറ്റ് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന നമ്പേഴ്സും എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ. ഓൾ മസ്റ്റ് റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് യു സീ ഓൺ ദ ബോർഡ്, on the screen. That is 2, 5, 8, 11, 14, 17, 20. എഴുതിയല്ലോ. ഈസ് ഇറ്റ് എ സീക്വൻസ്? ഇതൊരു സീക്വൻസ് ആണോ? ഇതൊരു സമാന്തര ശ്രേണിയാണോ? യെസ്. വൈ ഇറ്റ് ഈസ് എ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനെന്തുണ്ട്? ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ്. ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് എല്ലാവരുടെ ഡിഫറൻസും 3 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എൻ അരിത്മെറ്റിക് സീക്വൻസ്.
ശരി, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പുതിയ പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. എന്താണ് പ്രോപ്പർട്ടി നോക്കിക്കോളാം. ശരി, ആദ്യത്തെ 3 നമ്പേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചേതാ? ഞാനിപ്പോൾ പിന്നെ ഈ 3 നമ്പർ ഞാൻ ഒരു ബോക്സിലാക്കി വെച്ചു. കാണുന്നുണ്ടല്ലോ, 2, 5, 8. അപ്പോൾ ഇത് 2, 5, 8 ആർ ദ 3 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. അടുത്തടുത്ത നമ്പറിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പേരാണ് അടുത്തടുത്ത നമ്പറിന് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഹിയർ 2, 5, 8 ആർ ദ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇൻ എ സീക്വൻസ്. നിങ്ങളെ ഇവിടെ ഈ നടുക്കുള്ള പദം, ദ മിഡിൽ ടേം 5 കണ്ടോ? അതിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ അദ്ദേഹത്തിനുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ റിലേഷൻ? എനിത്തിങ് റിലേഷൻ യു ക്യാൻ ഫൈൻഡ് ദർ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത മനസ്സിലായോ? പറയട്ടെ. ചിലർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു. നടുക്കുള്ള ടേമിനും അപ്പുറം ഇപ്പുറമുള്ള ടേമും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. എന്ത് റിലേഷൻ? പറയട്ടെ. 2ഉം 8ഉം ആർ ദ നമ്പേഴ്സ് ഓൺ ഏതർ സൈഡ് ഓഫ് 5. 5ന്റെ അപ്പുറം ഇപ്പുറമുള്ള 2 നമ്പേഴ്സ് 2 and 8. അതിന് രണ്ടിന് സമ്മന്ന് കൂട്ടിയേ. 2ന്റെയും 8ന്റെയും സമ്മത്ര 10. ആ 10ന്റെ പകുതിയാണ് 5. അപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് എല്ലാ സംഖ്യകൾക്കും പറ്റുമോ? നോക്കാം നമുക്ക്. ഇനി ഞാൻ അടുത്ത 3 ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ദ 3 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 5, 8, 11. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോപ്പർട്ടി ഇവിടെയും പ്രാവർത്തികമാകൂലേ? ഇസ് ഇറ്റ് പ്രാക്ടിക്കബിൾ ഹിയർ ഓൾസോ? യെസ്. ഹിയർ ദ മിഡിൽ ടേം ഈസ് 8. അപ്പുറം ഇപ്പുറമുള്ള നമ്പേഴ്സ് ആർ 5 and 11. അപ്പൊ അതിന് രണ്ടിന് സമ്മ കൂട്ടിയൊക്കെ അതിന്റെ രണ്ടിനെയും തുക കാണൂ. 5 plus 11 is 16. 16ന്റെ പകുതിയാണ് നടുക്കുള്ളത്. ഇനിയിപ്പം പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നോക്കാം. 14, 17, 20 നോക്കിക്കോ. ഇതേ ഐഡിയ അവിടെയും വരുന്നുണ്ട്. നോക്കിക്കോളൂ. ഇതാ 17 എന്ന മിഡിൽ ടേമിന്റെ പ്രത്യേകത നോക്കിയാട്ടെ. അപ്പുറം ഇപ്പുറമുള്ള സംഖ്യ 14 and 20. 20ഉം 14ഉം കൂടി കൂട്ടിയാൽ 34. 34ന്റെ പകുതിയാണ് 17. അപ്പോ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതെല്ലാ സീക്വൻസസിനും ഏത് അരിത്മെറ്റിക് സീക്വൻസ് എടുത്തു നോക്കിയാലും നമുക്ക് ഇങ്ങനെ കാണാം. എങ്ങനെ കാണാം? നടുക്കുള്ള സംഖ്യ ഇഫ് എ ബി സി അല്ലെ, നടുക്കുള്ള സംഖ്യ അതൊരു തീറം ഞാൻ അവിടെ ആ പോയിന്റ്സ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. If A, B, C are the 3 consecutive terms of an AS, then B equal to A plus C by 2. അതായത് മധ്യപദം, മിഡിൽ ടേം എന്ന് പറയുന്നത് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരുടെ രണ്ടാളെയും കൂട്ടിയിട്ട് അതിന്റെ പകുതിയായിരിക്കും. ഏത് സീക്വൻസിൻ്റെ അത്? ഇഫ് യു ടേക്ക് എനി സീക്വൻസ് യു ക്യാൻ സീ ദിസ് പ്രോപ്പർട്ടി. മലയാളത്തിൽ പറഞ്ഞാൽ A, B, C എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ബി എന്ന് പറയുന്നത് A plus C by 2 ആയിരിക്കും. അല്ലേ? അപ്പോൾ ഇപ്പൊ ബോർഡിൽ കണ്ട, ഇപ്പൊ സ്ക്രീനിൽ കണ്ട ഈ ഐഡിയാസ് എല്ലാവരും നോട്ടിലൊന്ന് പകർത്തിയേ. ഇത് ഇമ്പോർട്ടന്റ്, നമ്മൾ ഈ പാഠത്ത് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. ഇഫ് എ ബി സി ആർ ദ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AS, then B equal to A plus C by 2. മലയാളത്തിലാണെങ്കിൽ ഇഫ് എ ബി സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ B equal to A plus C by 2. ഓക്കെ, എളുപ്പമല്ലേ? അത് വലിയ ബുദ്ധിയൊന്നും വേണ്ട, അത് മനസ്സിലാക്കാം. സിമ്പിൾ പരിപാടി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ബോർഡിൽ നമ്മുടെ സാധാരണ എക്സാമിനേഷനും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. നോക്കോളെ, look at this question. 3, dash, 11, dash. Fill in the blanks. സാധാരണ എക്സാമിനേഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. Fill in the blanks. 3, dash, 11, dash are the terms of an arithmetic sequence. സമാന്തര ശ്രേണിയിലെ 3 തുടർച്ചയായ പദങ്ങളാണെങ്കിൽ
വിട്ടുപോയ പദങ്ങൾ പൂരിപ്പിക്കുക എന്ന് മലയാളത്തിൽ. ഇൻ ഇംഗ്ലീഷ് 3, dash, 11, dash are the continuous terms of an as. Find the missing terms. ശരി, എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ടേംസിന് നമ്മളിവിടെ കാണുന്നുണ്ട്. വി ക്യാൻ സീ ദ 3 കണ്ടിന്യൂസ് ടേംസ് 3-11. അപ്പം ഡാഷ് എന്ന മിഡിൽ ടേം കണ്ടുപിടിച്ചൂടെ? എത്രയായിരിക്കും? യെസ്, ഞാനിപ്പോൾ പറഞ്ഞു വെച്ചു. മിഡിൽ ടേം ഈസ് a+c/2 ആയിരിക്കും. അപ്പുറം ഇപ്പുറമുള്ള എന്നെ കൂട്ടിയിട്ട് പകുതിയായിരിക്കും. അപ്പോൾ 3-11 ആയതുകൊണ്ട് ഇവ രണ്ടാളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വി ഷുഡ് ഗെറ്റ് 14. 14ന്റെ പകുതി 7. സോ ഹിയർ യു ഗെറ്റ് എത്ര? 7 എന്ന നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത്, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഈസ് 7. അപ്പോൾ 3-7-11 ആയി. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഈസ് 4. അതുകൊണ്ട് ഇനിയിപ്പം 11ന്റെ ഇപ്പുറത്തെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. കൂട്ടി പോകും. ഇങ്ങോട്ടേക്ക് പോകുന്നതിന് അത് അറിയണം അല്ലേ? ഈ പിന്നെ റൈറ്റ് ഓൺവേർഡ്സിലേക്ക് പോകുന്ന സമയത്ത് കൂടി പോയി ലെഫ്റ്റ് ഓൺവേർഡ്സിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരിക ചെയ്യും. അപ്പം 3-7-11. അപ്പോൾ ഇവിടുത്തെ എത്രയൊക്കെ? 11നോട് 4 കൂട്ടിയ സംഖ്യയായ 15. 15. സോ വി ഫുൾഫിൽ ഓൾ ദ ടേംസ്. ഇനി ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇത് ഫിൽ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 ആൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 3 ആൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. 10 and 6 ഇത് കൺസിഡർ ചെയ്യാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നടുക്കുള്ള ഇയാളെ നമുക്ക് ഇവിടെയുള്ള ഈ ഇപ്പൊ കേസറുള്ള ആളെ ടേമിനെ നമുക്ക് കണ്ടുപിടിക്കാം. 10 and 16 is there. മിഡിൽ ടേം കണ്ടുപിടിക്കണം. പറഞ്ഞോടെ 10 + 16 രണ്ടും കൂടി കൂട്ടിയാൽ 26. 26ന്റെ പകുതി 13. സോ ഹിയർ ദ ടേം ഈസ് ഞാൻ എഴുതുകയാണ് 13. ശരി, അപ്പോൾ അവിടെ 13 കിട്ടി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ടേം കിട്ടിയോണ്ട് നമുക്ക് എന്ത് ചെയ്യാനി? ഇതിന്റെ പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് 3 ആണ്. 10, 3, 13 ആകുമ്പോൾ 3. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇപ്പുറത്തെ നമ്പർ എടുക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. സെക്കൻഡ് ടേം ഈസ് ഓൾറെഡി ദർ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ കൂടി വന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരണം. അപ്പോൾ 10ൽ നിന്ന് 3 കുറച്ച സംഖ്യയായ 7 ആയിരിക്കും ആടെ ഉണ്ടാവും. സോ വി ഓൾറെഡി ഡിഡ് ദോസ് 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്കത് പിന്നെ പരിചയപ്പെടാം. ഏതായാലും ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഫ് എ ബി സി, ഇതൊന്നും കൂടി പറയാം. ഇഫ് എ ബി സി ആർ ദ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ ആസ്, then b equal to a+c/2. മലയാളത്തിൽ പറഞ്ഞാൽ എ ബി സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ബി എന്ന് പറയുന്നത് a+c/2 ആയിരിക്കും. എളുപ്പമല്ലേ? ശരി, ഇനി നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ലേണിംഗ് ഒബ്ജക്ട്സിലേക്ക് കടക്കുന്നു. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈസ് 52 എ ടേം ഓഫ് ദ സീക്വൻസ് 2, 5, 8, 11, 14, 17, 20 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസിൻ്റെ അകത്ത് 52 എന്ന ടേം പെടുമോ? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. 3 കൂട്ടി 20 + 23, 26, 29, 32, 35 അങ്ങനെ കൂട്ടി നോക്കാം. ഇതിപ്പോൾ ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂട്ടി നോക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് 2346 2000 എക്സാമിനേഷൻ അങ്ങനെ ഉണ്ടാവും. 2346 എന്ന് പറയുന്നത് ഇത് ടേം ആണോ ചോദിച്ചാൽ അത്രയും നേരം കൂട്ടി എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതായത് ഒരു സംഖ്യ ആ സീക്വൻസിലെ ആ സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശരി, ആ നമ്പേഴ്സ് ഞാൻ കുറച്ചുകൂടി ബോൾഡായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധയും ഒന്ന് നോക്കോളെ. എൻ്റെ ചോദ്യം ഇതാണ്. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 3 അല്ലേ? അപ്പോൾ അത് 3 ആണ്. ഇനി 2ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അത് 6 ആണ്. ഉറപ്പല്ലേ? അടുത്തത് 2ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അത് 9 ആണ്. 9 ഒന്നും രസമില്ല കാണാൻ. ശരി,
അടുത്ത 2 ഉം 14 തമ്മിൽ ഡിഫറൻസ് എന്താ? ദാറ്റ് ഈസ് 12 ആണ്. അടുത്തത് 2 ഉം 17 തമ്മിൽ ഡിഫറൻസ് എന്താ? ദാറ്റ് ഈസ് 15 ആണ്. ഉറപ്പല്ലേ? Then what is the difference between the 2 and 20? That is 18 ആണ്. ശരി, എന്തെങ്കിലും മിന്നിയോ? അതായത് ഈ സീക്വൻസിലുള്ള ഓരോ ടേം, ഏത് ടേമും തമ്മിൽ ഡിഫറൻസ് ആയപ്പോൾ ഞാൻ കണ്ടത് നോക്കോ. ഫസ്റ്റ് 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് 3, ഫസ്റ്റ് ആൻഡ് തേർഡിന് ഡിഫറൻസ് ഈസ് 6, നെക്സ്റ്റ് ഫസ്റ്റും ഫോർത്തും തമ്മിൽ 9. അപ്പോൾ സീക്വൻസ് ചെയ്ത് നോക്കിയിട്ട് 3, 6, 9, 12, 15, 18. എന്തെങ്കിലും തോന്നിയോ? എന്തെങ്കിലും മിന്നിയോ തലയിൽ? എന്താണത്? വാട്ട് ഈസ് ദാറ്റ്? യെസ്, ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആയിരുന്നു നമുക്കറിയാം. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കണ്ടു. ഇവിടെ കട്ടിയ ഓരോ സംഖ്യകളും ഓരോ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത് 3, 6, 9, 12, 15, 18 ആണ്. എന്തോ ഒരു റിലേഷൻ ഇല്ലേ? ഉണ്ട്. യെസ്, കുറെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സ് കാണുകയാണ്. ഐ ക്യാൻ സീ യുവർ മൈൻഡ്സ്. അപ്പൊ കുറെ ആൾ പറഞ്ഞു വെച്ചു. ആ ഡിഫറൻസുകൾ എന്ന് പറയുന്നത് ഓൾ ദ ഡിഫറൻസസ് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഓൾ ദ ഡിഫറൻസസ് ആർ ദ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമ്മളിതൊരു പുതിയ പ്രോപ്പർട്ടി ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഏതൊരു സീക്വൻസിലെയും ഏത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസും, ഞാൻ ഒന്നുകൂടി പറഞ്ഞു, സ്ട്രെസ് ചെയ്ത് പറയാണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് എ സീക്വൻസ് ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. എനി ടു എന്ന് പറഞ്ഞു നോക്കിക്കോട്ടെ. ഇപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 അല്ലേ? നമുക്കൊന്നും പറയുന്നും കൂടി പറയാം. 5 ഉം 8 ഉം തമ്മിലുള്ള ഡിഫറൻസ് ഹിയർ ഈസ് 3 അല്ലേ? ഹിയർ ഈസ് 3. ഇനി 5 ഉം 11 ഉം തമ്മിലുള്ള ഡിഫറൻസ്, ഹിയർ ദ ഡിഫറൻസ് ഈസ് 6. 5 ഉം പിന്നെ 14 എടുത്തു നോക്കിയോ, ഹിയർ ദ ഡിഫറൻസ് ഈസ് 9. ഇനി 5 ഉം പിന്നെ 17 എടുത്തു നോക്കൂ, ഹിയർ ഓൾസോ ദ ഡിഫറൻസ് ഈസ് 12. ഹിയർ 5 ഉം 20 ഉം കൂടി എടുത്തു നോക്കൂ, ഹിയർ ഓൾസോ ദ ഡിഫറൻസ് ഈസ് 15. എന്താ ഇതൊക്കെ? ഈ 3, 6, 9, 12, 5 എന്ന് പറയുന്നതൊക്കെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അത് ഏതെടുത്താലും കിട്ടും. ഇനിയിപ്പോൾ ഈ 5 ഉം 17 എടുത്തു നോക്ക്, അവിടെ കിട്ടിയത് 12 എന്നാണ് കിട്ടിയത്, 12 എന്നാണ് കിട്ടിയത്. അതും ഏതിന്റെ മൾട്ടിപ്പിളാ? ഇതിന്റെ കോമൺ ഡിഫറൻസ് ആയിട്ട്. ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചു. അപ്പോൾ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഐഡിയ. എന്ത്? അതായത് in a sequence, in an arithmetic sequence, the difference between any two term of a sequence is always എന്തായിരിക്കും? അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഞാനത് പിന്നെ നമുക്കതൊന്നും കൂടി പറയാം. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. നെക്സ്റ്റ് സ്ക്രീനിലേക്ക് യു ക്യാൻ നൗ ദാറ്റ് തിയറി on the screen now. അപ്പോൾ അതെല്ലാവരും ഒന്ന് എഴുതി വെച്ചേ. ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ, മലയാള മീഡിയ കുട്ടികൾക്ക് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതിൻ്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും അല്ലേ? Difference between any two terms of a sequence is always the multiple of its common difference. മലയാളത്തിലാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. ശരി, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് സെഷൻ ഈസ് ഗോയിങ് ടു മേക്ക് ആൻ എൻട്രി ഹിയർ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഇപ്പം തരാൻ പോകുന്നത്, അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് 2 പോയിന്റ്സ് ആണ് പറഞ്ഞു തന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ വാസ് എന്തായിരുന്നു? ഫസ്റ്റ് വൺ വാസ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് എ സീക്വൻസ്. അത് പറഞ്ഞല്ലോ.
ഇതായിരുന്നു നമ്മൾ പറഞ്ഞു. ഒന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. ഒരു സമാന്തര ശ്രേണിയിൽ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിക്യൂട്ടീവ് ടേംസ് തന്നു കഴിഞ്ഞാൽ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ മിഡിൽ ടേം ഈസ് അപ്പുറം ഇപ്പുറം ഉള്ളതിൻ്റെ അല്ലേ, ഏതൊരു സൈഡിലെ 2 സംഖ്യകളും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയായിരിക്കും മിഡിൽ ടേം. അപ്പോൾ നമ്മൾ അത് എഴുതി വെച്ചു. ഇഫ് എ ബി സി ആർ ദ 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ ആസ് ദെൻ ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. മലയാളത്തിലാണെങ്കിൽ എ ബി സി എന്നിവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും തുകയുടെ പകുതിയാണ്, എ പ്ലസ് സി ബൈ 2 ആണ്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞത് മറ്റൊരു ഐഡിയ ഇതായിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേം ഓഫ് എ സീക്വൻസ് ഈസ് ഓൾവേസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് അല്ലേ. സമാന്തര ശ്രേണിയിൽ ഏത് 2 സംഖ്യകളും തമ്മിലുള്ള, ഏത് സ്ഥാനത്തുള്ള 2 സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണോ ആ സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, ആ സംഖ്യയുടെ ഗുണിതമായിരിക്കും. ശരി, സോ ഹിയർ വി കം ടു an end ഓഫ് ദിസ് സെഷൻ. ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ്. അപ്പോൾ ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ്, ഇതാണ് പ്രാക്ടീസ് പ്രോബ്ലം. ഇന്ന് പഠിച്ച 2 ഐഡിയാസിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം 5,-11. അപ്പോൾ ഈ ഇവിടെ ഉള്ള മിഡിൽ ടേം കണ്ടുപിടിച്ചൂടെ? ഇപ്പോൾ തന്നെ കുറേ ആൾക്ക് ഉത്തരം കിട്ടി. 11 5 കൂട്ടി അതിൻ്റെ പകുതി. ശരി, ഒന്നും ഞാൻ പറയുന്നില്ല. നെക്സ്റ്റും അങ്ങനെ തന്നെ. ഇവിടെ ഇപ്പോൾ 8,12 ഈ 3 കൂടി കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ ഈ റെഡ് കേസർ കാണുന്ന ഭാഗത്ത് സംഖ്യ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് ദ കോമൺ ഡിഫറൻസ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സൈഡിൽ ഫസ്റ്റ് പറയാം, ഇപ്പുറത്തെ സംഖ്യയും പറയാം. അതുപോലെ തേർഡ് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ 3,-13. അപ്പോൾ ആദ്യം ഈ ഡാഷ്, ഈ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കോമൺ ഡിഫറൻസ്. ദെൻ യു ക്യാൻ ഫൈൻഡ് ദ ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ് അല്ലേ. ശരി, ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റും കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 37 ടേം ഓഫ് ദ സീക്വൻസ് ഇപ്പം പറഞ്ഞത് 2, 5, 8, 11 ഇതിലുള്ള ഒരു ടേം ആണോ 37? ഐഡിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മലയാളത്തിലാണെങ്കിൽ 37 എന്ന സംഖ്യ ഈ ശ്രേണിയിലെ പദമാണോ? സെയിം ക്വസ്റ്റ്യൻ. ഈസ് 58 ടേം ഓഫ് ദ സീക്വൻസ് 3, 8, 13. 58 എന്ന സംഖ്യ 3, 8, 13 എന്ന ശ്രേണിയിലെ ഒരു സംഖ്യ, ഒരു പദമാണോ? ഏതായാലും ഹിയർ ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് സെഷൻ. പ്രയാസങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായല്ലോ മാത്തമാറ്റിക്സ്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് A+. നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഒരു ഗുണം തന്നെ അതായിരുന്നു. പിന്നെ മാത്തമാറ്റിക്സിൽ ഏറ്റവും മികച്ച ഒരുപാട് അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടേത്. പലപ്പോഴും മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും കൂടുതൽ A+ വരുന്ന ഒരു വിദ്യാലയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രമിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് പഠിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, യു ഷുഡ് ഓൾ ഗെറ്റ് ദ ഫുൾ A+. ഓക്കെ, ഏതായാലും ശ്രമിക്കുക. ശ്രമം ഇപ്പം തുടങ്ങുക. ശരി, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശ്രദ്ധിക്കുക, അവർ ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ്. അപ്പോൾ കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ബിവെയർ ഓഫ് കൊറോണ. ഓക്കെ, then see you. Bye.